നമസ്കാരം. നമ്മുടെ നല്ല നാടിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. പ്രിയമുള്ളവരെ, നമ്മുടെ നാടിൻ്റെ നന്മയുടെ വശങ്ങൾ തേടിയുള്ള യാത്രയാണ് കിഴതടിയൂർ സർവീസ് സഹകരണ ബാങ്കും ദൃശ്യ ചാനലും ചേർന്നെടുക്കുന്ന നമ്മുടെ നല്ല നാട് പരിപാടിയിലൂടെ നമ്മൾ ഒരുക്കാറ്. ഇന്ന് ഏറ്റവും നന്മയുള്ള കാര്യം, കേരളം പ്രകൃതി സമ്പത്ത് കൊണ്ട് സമ്പന്നമാണ്. ലോകത്തെല്ലായിടത്തും നടക്കുന്നത് പോലെ തന്നെ പ്രകൃതി നമ്മൾ തന്നെ നശിപ്പിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലുമുള്ളത്. അപ്പോൾ ഈ നദിയും പുഴയും മണ്ണും കൃഷിയും എല്ലാമുള്ള നമ്മുടെ ഈ നല്ല പ്രകൃതി നശിപ്പിക്കപ്പെടുന്നത് എങ്ങനെ? ഇത് നശിപ്പിക്കപ്പെടുമ്പോൾ സംരക്ഷിപ്പിക്കേണ്ടത് ആരുടെ ചുമതലയാണ്? ഈ ചോദ്യമാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. അത് സ്ഥാനാർത്ഥികളോടാണ്. നിങ്ങൾക്കല്ലേ ഇത് സംരക്ഷിക്കാനുള്ള ചുമതലയുള്ളത്? നമ്മളിപ്പോൾ ഈ ചോദ്യവുമായി നമ്മുടെ പിന്നിലുള്ളത് പാലായിലുള്ള കിഴതടിയൂർ സർവീസ് സഹകരണ ബാങ്കിന് കീഴിലുള്ള സഫലം 55+ എന്ന് പറഞ്ഞ സംഘടന നമ്മളോട് ചോദിച്ച ചോദ്യമാണിത്. ആ ചോദ്യം ഞങ്ങൾ ചോദിക്കേണ്ടത് സ്ഥാനാർത്ഥികളോടാണ്. എന്താണ് സഫലം 55+ ചെയ്യുന്നത്? എന്താണ് സഫലം 55+ ഇങ്ങനൊരു ആശയം ഞങ്ങളോട് പറഞ്ഞപ്പോൾ ഞങ്ങൾ അതിന് പിന്നിൽ പ്രവർത്തിക്കുവാനുള്ള കാരണം ദൃശ്യ ചാനലിൻ്റെ സഞ്ചരിക്കുന്ന ഏകദേശം 20 പഞ്ചായത്തുകളിലൂടെ തന്നെയാണ് മീനച്ചിലാറും ഒഴുകുന്നത്. സഫലം 55+ന്റെ ഏറ്റവും വലിയ ആവശ്യമാണ്, അവർ ഉന്നയിക്കുന്ന ഏറ്റവും വലിയ ലക്ഷ്യങ്ങളിലൊന്നാണ് മീനച്ചിൽ ആറിൻ്റെ പുനർജനി. അപ്പോൾ അതിനോടൊപ്പം ചേരലാണ്. അത് ഈ സ്ഥാനാർത്ഥികളോട് ചോദിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ എപ്പിസോഡ് ആരംഭിക്കുന്നത്. സ്വാഗതം. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഇങ്ങനെ നമ്മുടെ നല്ല നാടിൽ സഫലം എന്ന് പറയുന്ന ഈ സംഘടനയാണ് നമ്മളോടൊപ്പം ഉള്ളതെന്ന് പറഞ്ഞു. മീനച്ചിലാറിൻ്റെ സംരക്ഷണത്തിന് ഏറ്റവും കൂടുതൽ യത്നിക്കുന്ന ആൾക്കാരാണ് ഇവർ. എന്താണ് സഫലം 55+? ഈ സഫലം 55+ എന്ന് പറയുമ്പം ഈ എന്താ പറയുന്നത്, 55 ഏജാണ്. 55+ ഉള്ള ആൾക്കാരാണ് ഇതിനകത്തുള്ളത്. 55-ന് മുകളിലേക്കുള്ള ആളുകൾക്കാണ് ഈ സംഘടനയിൽ പ്രവർത്തിക്കുവാനുള്ള അംഗത്വമുള്ളത്. അതിന് കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ് പിന്നെ ഇതൊക്കെ വയസ്സന്മാരായ ആൾക്കാരല്ലേ എന്ന് ചോദിക്കും. ഇവിടെയാണ് വയസ്സിൻ്റെ ചെറുപ്പം, ഈ വയസ്സിലൂടെ അവർ ചെറുപ്പം കണ്ടെത്തുന്നത്. കാരണം 55 വയസ്സാകുമ്പോഴേക്കും ഏകദേശം ജീവിതത്തിൻ്റെ ഒട്ടേറെ അനുഭവങ്ങളിലൂടെ കടന്നു പോകും. അവർ അനുഭവിച്ച അനുഭവങ്ങൾ, ആ അനുഭവങ്ങൾ അവരുടെ മനസ്സിൽ നിറഞ്ഞു വെക്കും. പിന്നീട് അങ്ങോട്ട് റെസ്റ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്കാണ് സാധാരണ ആളുകൾ മാറുന്നത്. അപ്പോഴാണ് വയസ്സാകുന്നത്. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് പോലും പ്രായമാകുന്നില്ല. അപ്പോൾ ആ 55-ന് ശേഷമുള്ള ഒരു എനർജിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സംഘടന ഉണ്ടാകുന്നത്. അതുമാത്രമല്ല, ഇവരറിഞ്ഞ അറിവുകളും പ്രവൃത്തികളും മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുക എന്നൊരു വലിയ ദൗത്യം കൂടി ഏറ്റെടുത്തുകൊണ്ടാണ് ഈ സംഘടന പ്രവർത്തിക്കുന്നത്. നമുക്ക് ഞാൻ പറഞ്ഞ പുഴയിലേക്ക് തന്നെ വരാം. നമ്മുടെ സ്വന്തം മീനച്ചിലാർ, നമ്മുടെ മണ്ണിലൂടെ ഒഴുകുന്ന, നമ്മുടെ മനസ്സിലൂടെ ഒഴുകുന്ന, നമ്മൾ പറഞ്ഞ ദൃശ്യപ്രക്ഷേപണം ചെയ്യുന്ന 20ഓളം പഞ്ചായത്തുകളെ തഴുകി ഉണർത്തുന്ന മീനച്ചിലാർ. ഈ മീനച്ചിലാറ് എന്തുകൊണ്ട് ഇങ്ങനെയാകുന്നു? ആരാണ് മീനച്ചിലാറിനെ ഇങ്ങനെ ആക്കിയത്? എങ്ങനെ നമുക്ക് ഇതിനെ സംരക്ഷിക്കാം? മനുഷ്യനാണ് ഇത് ചെയ്യുന്നതെങ്കിൽ മനുഷ്യനെ ഭരിക്കുന്നവർ ഇതിനെ സംരക്ഷിക്കാൻ അവരുടെ അധികാരം ഉപയോഗിക്കേണ്ടതാണ്. അതെന്തുകൊണ്ട് ഉപയോഗിക്കപ്പെടുന്നില്ല? കൂടുതൽ ഞാൻ പഠിച്ചിട്ടില്ല. ഇവർ വല്ലാതെ ഇതിനെക്കുറിച്ച് പഠിച്ചവരാണ്, ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. നമുക്ക് ആദ്യം തന്നെ ഇവരെ 5 പേരാണ്, 136 പേരാണ് ഇതിലെ മെമ്പേഴ്സ്. ഈ 136 പേരിലെ 5 പേരാണ് ഇവിടെ ഉള്ളത്. നേതൃത്വം വഹിക്കുന്നവരിൽ ഒരാൾ പാലായിലെ ബിഷപ്പാണ്. രണ്ടാമത് നമ്മുടെ എല്ലാമായ കിഴതടിയൂർ സർവീസ് സഹകരണ ബാങ്കിലെ കാപ്പൻ സാറുണ്ട്. ഇവരെല്ലാവരും നന്മ തേടി, നന്മ മനസ്സിൽ കൊണ്ടുനടക്കുന്ന ആളുകളാണ് ഇതിന് പിന്നിലുള്ളത്. പ്രകൃതിയുടെ നന്മയെ നമ്മൾ അറിയുമ്പോൾ മനുഷ്യന്റെ നന്മയിലേക്ക് നമ്മൾ ചലിക്കുന്നു. അപ്പോൾ നമുക്ക് പരിചയപ്പെടാം. സാറിന്റെ പേര്? ആൻഡ്രോ മാങ്കൂട്ടം. സാറ് സഫലം 55+ന്റെ സെക്രട്ടറി ആയിട്ട് കഴിഞ്ഞ 1 വർഷമായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. സാർ, ഇതിനു മുമ്പത്തെ പ്രവർത്തന മേഖല എന്തായിരുന്നു? പൊതുവെ കഴിഞ്ഞ 40 വർഷത്തോളമായിട്ട് ഈ പ്രദേശത്തുള്ള സാമൂഹ്യമായ പലവിധ കാര്യങ്ങളിലും സജീവമായിട്ട് ഇടപെടുന്ന ഒരു പൊതുപ്രവർത്തകനാണ്. സജീവ രാഷ്ട്രീയമില്ല, എന്നാൽ രാഷ്ട്രീയ ചിന്ത ഉണ്ട് താനും. ഇപ്പോൾ ഇതിനകത്ത് പ്രവർത്തിക്കാൻ കാരണം 55 വയസ്സ് കഴിഞ്ഞ ആളുകളുടെ ഒരു കൂട്ടായ്മ കഴിഞ്ഞ 3 വർഷമായിട്ട് പാലായിൽ പ്രവർത്തിക്കുമ്പോൾ
മീനച്ചി താലൂക്കിലുള്ള വളരെയേറെ അറിവുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇതിനകത്ത് കടന്നു വന്നത്. ഇപ്പോൾ എനിക്ക് മനസ്സിലായി, ചെറുപ്പക്കാരേക്കാൾ കൂടുതൽ ഊർജ്ജസ്വലമായിട്ട് പ്രവർത്തിക്കുന്ന ഒറ്റപറ്റം ആളുകൾ അവരുടെ കഴിഞ്ഞ കാലങ്ങളിൽ പൊതുരംഗത്തുനിന്ന് സമ്പാദിച്ച അറിവുകൾ, അവർ സമ്പാദിച്ച പലവിധമായ കാര്യങ്ങൾ ഇവിടെ പ്രാവർത്തികമാക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഉൽപ്പന്നമാണ് മീനച്ചിലാർ പുനർജനി എന്ന് പറയുന്ന ഒരു സംഘടന. എൻ്റെ പേര് രവി, പാലാക്കാരനാണ്. കൂടുതൽ വിവരങ്ങളൊക്കെ ഞാൻ പുറകെ പറഞ്ഞോളാം. ഞാൻ ഒന്ന് രണ്ട് കാര്യം പറയാം. ഇവിടുത്തെ ഒരു സീനിയർ ഫോട്ടോഗ്രാഫർ എന്ന് വേണമെങ്കിൽ പറയും. നമ്മുടെ ഈ മേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്നതിൽ ഒരു മികച്ച ഒരു ഫോട്ടോഗ്രാഫറാണ്. വെറുതെ ഒരു ഫോട്ടോഗ്രാഫറല്ല, അദ്ദേഹം പ്രകൃതിയെ ലോകത്ത് കാണുന്ന കാഴ്ചകളിൽ പലതും വൈവിധ്യങ്ങളുള്ള ചിത്രങ്ങൾ പകർത്തി വന്നതാണ്. പിന്നെ മുനിസിപ്പൽ, ഞാൻ ഇവിടെ പാലായിലെ മുനിസിപ്പൽ കമ്മീഷണറായിരുന്നു. അത് കഴിഞ്ഞിട്ട് പത്തനംതിട്ട മുനിസിപ്പൽ കമ്മീഷണറായിരുന്നു. ഈ രണ്ട് പ്രദേശങ്ങളിലും 4 വർഷം എനിക്ക് കമ്മീഷണറായിട്ട് ജോലി ചെയ്യാനുള്ള ഭാഗ്യം തന്നെ കിട്ടി എന്ന് വേണം പറയാം. പാലായിലെയും പത്തനംതിട്ടയിലെയും മുഴുവൻ വിവരങ്ങളും ഏറെക്കുറെ എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് സഫലം 55+ ഞാൻ ചേരാൻ കാരണം ഓർമ്മയ്ക്ക് വലിയ തകരാറൊന്നുമില്ലാതെ ഇപ്പോഴും കഴിഞ്ഞുകൂടുന്ന എനിക്ക് ഓർമ്മനാശം സംഭവിച്ച DCPയിലെ ഒരു മെമ്പർഷിപ്പും എനിക്കുണ്ട്. DCP എന്ന് പറയുമ്പോൾ അത് ഡിമെൻഷ്യ കെയർ പാല. ഡിമെൻഷ്യ കെയർ പാല സംഘടനയെ ചേർന്നപ്പോൾ അവിടെ കിട്ടിയ ഒരു ആശയം വെച്ച് ഞങ്ങൾ ആലോചിച്ചപ്പോൾ ഈ ഓർമ്മ നശിക്കാതിരിക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിരിക്കണമല്ലോ, അല്ലെങ്കിൽ ഓർമ്മ നശിക്കാതെ മരിക്കുന്നിടം വരെ 100 വർഷം വരെയും മറ്റും ജീവിച്ചിരിക്കുന്ന ആൾക്കാർ എങ്ങനെ ജീവിച്ചു എന്ന് കണ്ടുപിടിച്ച് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുത്താൽ അവരുടെ ഓർമ്മനാശത്തിന് കുറേ കാലവിളംബം വരാൻ സാധ്യതയില്ലേ എന്ന് ആലോചിക്കുന്ന ഒരു സംഘടന ആലോചിച്ചപ്പോൾ സഫലം 55+ എന്ന് പറയുന്ന ഒരു പുതിയ സംഘടന തന്നെ രൂപീകരിച്ചാൽ നല്ലതല്ലേ. അവിടെ റിട്ടയർ ചെയ്ത ആളുകൾ മാത്രമല്ല, റിട്ടയർമെൻറ്റ് പ്രായം കഴിഞ്ഞ ആളുകൾ എല്ലാവരും കൂടെ കൂടി ഒരു 10-200 പേര് മതി, കൂടുതലൊന്നും വേണ്ട, വലിയ ബഹളമൊന്നും ആവശ്യമില്ല. നമ്മൾ കൂടി ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടിയ അറിവ് മറ്റുള്ള ആളുകളിലേക്ക് പ്രയോഗിക്കുവാനും അവർക്ക് സമൂഹത്തിന് പ്രയോജനം കിട്ടുവാനും സാധിക്കില്ലേ എന്നുള്ളൊരു ചിന്തയാണ് സഫലം 55+ വരാനുള്ള ഒരു കാരണം. അതിന് സാമ്പത്തികമായ ഒരുപാട് ആവശ്യങ്ങളും വരുന്നുണ്ടല്ലോ. എല്ലാം സമ്പന്നന്മാരല്ല എങ്കിൽ പോലും ഒരു നല്ല സപ്പോർട്ട് ആവശ്യമുണ്ടെന്ന് വന്നതുകൊണ്ട് ആദ്യത്തെ മീറ്റിംഗ് കൂടാൻ തന്നെ ഒരു നല്ല ഓഡിറ്റോറിയം ആവശ്യം വന്നപ്പോൾ കിഴതരൂർ ബാങ്കിലേക്ക് ചെല്ലുകയും അവർ സർവാത്മന അതിന് സന്തോഷ സമേതം ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് തന്നെ ആ ഫസ്റ്റ് മീറ്റിംഗ് അവിടെ തന്നെ വെച്ച് കൂടുകയും വളരെ ഗംഭീരമായി കൂടിയ ആ മീറ്റിങ്ങിൽ വെച്ച് സഫലം 55+ ഉടലെടുക്കുകയാണ് ചെയ്തത്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പറയാൻ എന്നേക്കാൾ അറിയാവുന്ന ഒരുപടി പേര് പുറകിലുണ്ട്. ഇന്ന് ഏതായാലും വലിപ്പത്തിലല്ലോ, ചെറുപ്പത്തിലാണല്ലോ വലിപ്പം എന്നുള്ള രീതിയിൽ 4-5 പേര് വന്നു എന്നുള്ളതേ ഉള്ളൂ. ആധികാരികമായിട്ട് സംസാരിക്കാൻ ഒരുപാട് പേരുണ്ട്. ഈ എന്തിനാണ് നമ്മളിവിടെ കൂടിയത് എന്നാലോചിക്കുമ്പോഴാണ് എൻ്റെ സന്തോഷം. അതായത് ഇപ്പോൾ ഏറ്റവും താഴേക്കടയിലുള്ള ഭരണ സംവിധാനത്തിൻ്റെ ഇലക്ഷൻ നടക്കാൻ പോകുന്ന ഒരു ഒരു സന്ദർഭത്തിൽ ദൃശ്യ പോലുള്ള ഒരു മീഡിയ മറ്റ് കാര്യങ്ങൾക്കും കോലാഹലങ്ങൾക്കും കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ മനുഷ്യന് പ്രയോജനപ്രദമായ ചില കാര്യങ്ങൾ കൂടി ഇനി വരാൻ പോകുന്ന സാമാജികരുടെ മനസ്സിലേക്ക് കൊടുത്തയക്കാൻ അല്ലെങ്കിൽ ഉൾക്കൊള്ളിക്കുവാൻ തരത്തക്ക വിധത്തിൽ ചില കാര്യങ്ങൾ കൂടി പകർത്തേണ്ട ആവശ്യം കണ്ട് ഇവിടെ വന്ന ദൃശ്യയാണ് ആദ്യമായി എനിക്ക് അഭിനന്ദിക്കാൻ തോന്നുക. ഞാൻ പുറകെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊള്ളാം. ഇതാണ് ചെറുപ്പം നിറഞ്ഞ തന്നെ ഒരു എന്താ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വലിപ്പം. അപ്പോൾ സാർ, എൻ്റെ പേര് EP കുമാരൻ. ഞാൻ വനം വകുപ്പിൽ ആയിരുന്നു. ഏതാണ്ട് ഒരു 32 വർഷത്തോളം സർവീസ് ഉണ്ട്. പിന്നെ പ്രകൃതിയെ കൂടുതൽ അടുത്തറിയാൻ പറ്റി അറിഞ്ഞ ഒരാളാണ്. അതെ, DFO എന്ന് പറയുമ്പോൾ അല്ല, ഒരു DFO ആയിട്ട് റിട്ടയർ ചെയ്തതാണ്. അതെ, കോട്ടയം എറണാകുളം ജില്ലകളിലെ ഏതാണ്ട് മുഴുവൻ മലകളും ഒരു 70% മലകളും നടന്നു തന്നെ കാണാനുള്ള ഭാഗ്യവും അവസരവും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉള്ള ആ ഒരു അനുഭവം സഫലം 55+ എനിക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ പറ്റും. ഔദ്യോഗിക ജീവിതത്തിന് ശേഷവും നമ്മളറിഞ്ഞ അറിവുകളും അല്ലെങ്കിൽ പ്രകൃതി സംരക്ഷിച്ചാലുണ്ടാകുന്ന ഗുണങ്ങളും ഒന്നുകൂടി അറിയിക്കാൻ വേണ്ടിയിട്ടല്ലേ, പ്രകൃതി സംരക്ഷിക്കാനുള്ള മാർഗങ്ങളും പറഞ്ഞു കൊടുക്കാനുള്ള അവസരം സഫലം 55+ കൂടെ കിട്ടും എന്നുള്ള ഒരു ധാരണയിലാണ് ഞാൻ ഈ കൂട്ടത്തിൽ കൂടിയത്. KP അഗസ്തി 30 കൊല്ലക്കാലം പാലാ സെയിൻറ് തോമസ് കോളേജിൽ അധ്യാപകനായിരുന്നു. മലയാളം. ഇപ്പോൾ 17 കൊല്ലം കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഇരിക്കുകയാണ്
ഒരു പ്രവർത്തന വേദി ഞങ്ങൾ കണ്ടെത്തിയത് ഡിമെൻഷ്യ കെയർ പാല. മറവി രോഗത്തെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു സേനയെ ഉണ്ടാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ആ വേദിയിൽ പ്രവർത്തിക്കുമ്പോഴാണ് മീനച്ചിലാറിൻ്റെ ദുര്യോഗത്തെക്കുറിച്ച് ഞങ്ങൾക്ക് കൂടുതൽ ബോധ്യമുണ്ടാവുകയും ഒരു പരിഹാരമാർഗം കണ്ടെത്തണ്ടേ എന്ന ചോദ്യത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ മീനച്ചിലാർ പുനർജനി എന്ന പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്നത് ഈ ജനപ്രതിനിധികളുടെ പ്രഥമമായ ചുമതല ശുദ്ധവായുവും ശുദ്ധജലവും ജനങ്ങൾക്ക് പ്രദാനം ചെയ്യുക എന്നുള്ളതാണ്. അത് ചെയ്യാൻ അവരെ നിർബന്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ദൃശ്യ ചാനൽ പോലെയുള്ള പ്രസ്ഥാനങ്ങൾ ഞങ്ങളോടൊപ്പം ചേരുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ യജ്ഞത്തിൽ കൂടുതൽ കരുത്ത് കിട്ടുകയാണ്. എനിക്ക് മുൻപ് സംസാരിച്ച രണ്ടുപേര് ഡിമെൻഷ്യ കെയർ പാലായെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് അവിടെ നിന്ന് ഞാൻ തുടങ്ങുകയാണ്. ഓർമ്മനാശം സംഭവിച്ചവരുടെ കുടുംബക്കാരുടെ, ബന്ധുക്കളുടെ, മിത്രങ്ങളുടെയൊക്കെ സഹായത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു സംഘടന തുടങ്ങിയത്. 55 ശേഷമുള്ള കാലഘട്ടം എങ്ങനെ ക്രിയേറ്റീവാക്കി നിലനിർത്താം, സഫലമാക്കാം, കളയാനുള്ളതല്ല കാൽനൂറ്റാണ്ട് കാലം. 55 മുതൽ 85 വരെ നമുക്ക് ആരോഗ്യത്തോടുകൂടി, മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തോടുകൂടി നമുക്ക് ജീവിക്കാൻ കഴിയും. അതിനുശേഷവും ജീവിക്കുന്നവരുണ്ട്. അപ്പോൾ എങ്ങനെ അവരുടെ മാതൃകയിൽ നമുക്ക് ബാക്കിയുള്ളവരെ മെച്ചപ്പെടുത്തിക്കൊണ്ട് പോകാം എന്ന ചിന്തയിൽ നിന്നാണ് സഫലം 55+ ഉണ്ടാകുന്നത്. അത് മീനച്ചിലാറിലേക്ക് എത്തിയതിന് യെസ്, കറക്റ്റ്. അത് സഫലം 55+ൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ബഹുമാനപ്പെട്ട കിഴതടിയൂർ ബാങ്കിൻ്റെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ശ്രീ ജോർജ് സി കാപ്പൻ സാറിനോട് നമ്മുടെ അഭിമന്യ പിതാവ് മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ ഒരു വേദിയിൽ വെച്ച് രഹസ്യമായിട്ട് ചോദിച്ചു, നിങ്ങളുടെ സഫലം 55+ ഒക്കെ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ടല്ലോ, അത് മീനച്ചിലാറിൻ്റെ കാര്യത്തിൽ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? മീനച്ചിലാറിൻ്റെ കാര്യത്തിൽ ഈ സഫലം 55+ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു, ഞാനിവിടെ ബന്ധപ്പെട്ട അധികാരികളോട് പലരോടും ഇത്രയും കാലമായിട്ട്, നൂറ്റാണ്ടിലേറെ കാലമായിട്ട് ഞാൻ ആവശ്യപ്പെടുന്നതാണ്, ആർക്കും ഒന്നും കഴിയുന്നില്ല. ഓരോരുത്തരും പാർട്ടിയുടെയും മുന്നണിയുടെയും ഒക്കെ പിടിയിലാണ്. പക്ഷേ സഫലം 55+ൽ പ്രവർത്തിക്കുന്ന ആർക്കും പ്രത്യേകിച്ച് ഒരു പാർട്ടി ഐഡൻറ്റിഫിക്കേഷൻ ഇല്ലല്ലോ. അതുകൊണ്ട് അവർക്ക് പ്രവർത്തിക്കാൻ കഴിയുമല്ലോ, അവർക്കെങ്കിലും ഇതിനെ ഏറ്റെടുക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യം വന്നു. ആ ചോദ്യം ഞങ്ങൾ കമ്മിറ്റിയായിട്ട് ചർച്ച ചെയ്തു. എല്ലാവരും അത് സർവാത്മന സ്വീകരിച്ചുകൊണ്ട് ഈ മീനച്ചിലാർ പുനർജനി യജ്ഞം ആരംഭിക്കാൻ, യജ്ഞത്തിൻ്റെ രക്ഷാധികാരിയായിട്ട് മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ അദ്ദേഹം സമ്മതിച്ചു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ യജ്ഞം തുടർന്നു വരുന്നത്. മീനച്ചിൽ നദീ സംരക്ഷണം എന്നൊരു ചിന്ത ശരിയായ രീതിയിൽ രൂപം കൊണ്ടത് 2 വർഷങ്ങൾക്ക് മുമ്പ് 2013 ഒക്ടോബർ മാസത്തിൽ. എൻ്റെ നദി എൻ്റെ ജീവൻ, മീനച്ചിൽ നദിയുടെ പുനർജനി, ഈ മുദ്രാവാക്യത്തോടുകൂടിയാണ് ഈ രംഗത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയത്. എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. ഒരു പൊതുവായ കോൺഷ്യൻറ്റൈസേഷൻ, ബോധവൽക്കരണം ജനങ്ങൾക്കുണ്ടാവണം. ഇത് ഞങ്ങളുടെ ജീവസ്രോതസ്സാണ്. മീനച്ചിൽ നദി ജീവവാഹിനിയായി, ഇന്നിപ്പോൾ അത് രോഗവാഹിനിയായി തീർന്നിരിക്കുകയാണ്. ഇതിലൊരു മാറ്റം വരുത്താനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും ഇപ്പോഴേ ഈ നമ്മുടെ കേരളം മുഴുവൻ ഈ ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിൽ വ്യാപൃതരായിരിക്കും ആളുകളെല്ലാം. ഇന്ന് ആ പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ വലിയൊരു ഉത്തരവാദിത്വമായിട്ട് ഞാൻ കാണുകയാണ് ഈ നദീ സംരക്ഷണം. ആത്മാർത്ഥമായി എല്ലാവരും പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ നാട് സംരക്ഷിക്കുന്ന നമ്മൾ തന്നെയാണ്, നമ്മുടെ നാട് നശിപ്പിക്കുന്ന നമ്മൾ തന്നെയാണ്. അതിന് നേതൃത്വം നൽകേണ്ടവരാണ് ഈ പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ. ആ ബോധ്യത്തോടെ പ്രവർത്തിക്കുവാനൊക്കെ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുക. ആദ്യം തന്നെ ഈ വർഷം ആദ്യം 2015 ജനുവരി മാസത്തിലെ ചൂണ്ടശ്ശേരിയിലെ എഞ്ചിനീയറിംഗ് കോളേജിലെ 6th സെമസ്റ്റർ അവസാന വർഷത്തെ വിദ്യാർത്ഥികൾ 480ഓളം വിദ്യാർത്ഥികൾ ഈ മീനച്ചിൽ നദിയെപ്പറ്റി പഠനം നടത്തിയുണ്ടായി. 48 ഗ്രൂപ്പായിട്ട് അവർ ഫോം ചെയ്തു. 10 പേര് 11 പേരെ അടങ്ങുന്ന ഒരു ഗ്രൂപ്പ്. ഇവരെ ഇതിൻ്റെ ഉത്ഭവസ്ഥാനത്ത് തുടങ്ങി കിടങ്ങൂർ വരെയുള്ള പ്രദേശത്തെ നദിയെപ്പറ്റിയാണ് പഠിച്ചത്. ഏകദേശം 3000 സ്ഥലങ്ങളിൽ പോയി അവർ സന്ദർശിച്ചു. 252 സ്ഥലത്ത് നിന്ന് അവർ സാമ്പിൾ കളക്ട് ചെയ്തു. നദിയിൽ നിന്ന് മാത്രമല്ല, നദി ബന്ധപ്പെട്ട് കിണറുകളിൽ നിന്നൊക്കെ ആയിട്ട്. ഇതിൻ്റെ പഠനത്തിൻ്റെ ഫലം
നമ്മെ എല്ലാവരെയും ഭയപ്പെടുത്തുന്നതാണ്. ഗംഗാ നദിയുടെ ശുദ്ധീകരണത്തെപ്പറ്റി ഇപ്പം പുതിയ ഗവൺമെൻറ് കാര്യമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഗംഗാ നദിയിലെ കോളിഫോം ഇൻഡെക്സ് 5550. അതായത് ഹരിദ്വാറിൽ, മീനച്ചിലാറിൽ പല സ്ഥലങ്ങളിൽ 2400 മുകളിൽ, ചില സ്ഥലങ്ങളിൽ 10,000 മുകളിലാണ് കോളിഫോം. 50 കോളിഫോം ഇൻഡെക്സിൽ താഴെയുള്ളതാണ് കുടിക്കുവെള്ളത്തിനുള്ളത്. 500 താഴെ കുളിക്കാൻ, 5000 താഴെയുള്ളത് കൃഷിക്കും. ഇതൊന്നിനും പറ്റാത്ത വെള്ളമായി തീർന്നിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥിതി എത്രയോ ശോചനീയമാണ്. ഇവിടെ നാം എല്ലാവരും ഒന്നും പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. കക്കൂസിലെ മാലിന്യങ്ങൾ, വ്യവസായശാലകളിലെ മാലിന്യങ്ങൾ, അറവുശാലയിലെ മാലിന്യങ്ങൾ, ഇതെല്ലാം കൊണ്ട് തള്ളുന്നത് മീനച്ചിൽ നദിയിലേക്കാണ്. വളരെ സങ്കടം. നദി മാത്രമല്ല, പൊതുസ്ഥലങ്ങളിൽ, ഈ പൊതുസ്ഥലങ്ങളിലെ നമ്മുടെ സ്ഥലങ്ങളാണ് എന്നുള്ള ബോധ്യതയോടെ പ്രവർത്തിക്കുമെന്ന് മനുഷ്യർക്ക് എല്ലാവർക്കും ആ ബോധ്യം വരേണ്ടതായിട്ടുണ്ട്. ഈ പൊതുസ്ഥലങ്ങൾ ആരുടെയും എന്തും കൊണ്ട് ഇടാവുന്ന സ്ഥലങ്ങളല്ല. അതെല്ലാം നാം സംരക്ഷിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ സ്ഥലങ്ങൾ സംരക്ഷിതമാവുള്ളൂ. ചിലർ എന്നോട് പറയാറുണ്ട്, കിണറുകൾ, ഞങ്ങളുടെ കിണറ്റിലെ വെള്ളത്തിന് കുഴപ്പമൊന്നുമില്ല. ഈ മീനച്ചിലാറ്റിലെ വെള്ളം കൊണ്ടാണ് ഈ കിണറെല്ലാം നിറയുന്നത്. അതിൻ്റെ ഫലങ്ങളെല്ലാം ഇന്ന് കിണറുകൾ പരിശോധിക്കുകയാണ്, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കുടിക്കാൻ കൊള്ളുന്ന വെള്ളം ഒരു കിണറ്റിലും ഇല്ലെന്നുള്ളത്. ഈ സ്ഥിതിവിശേഷം മാറ്റം വരുവാനായിട്ട് സാധിക്കണം. അതിനായിട്ടുള്ളൊരു പരിശ്രമം, ഒരു എളിയ സംരംഭമാണ് 2 വർഷം മുമ്പ് ആരംഭിച്ചത്. ഇത് പടർന്ന് എല്ലാവരുടെയും പക്കലേക്ക് ഇതിൻ്റെ സന്ദേശം എല്ലാവരുടെ പക്കൽ എത്തിച്ചേരുവാനും അതുവഴിയായിട്ട് ഈ നദിയെ സംരക്ഷിക്കുവാനും നദിയുടെ ജീവൻ പുനർനൽകുവാനെല്ലാം സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവത്തിന് എല്ലാവർക്കും നേരുകയും ചെയ്യുന്നു. ഈ യജ്ഞം തുടർന്ന് വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദൃശ്യ പോലെയുള്ള ഒരു മാധ്യമം ഞങ്ങളുടെ ഒപ്പം ഇതിനു വേണ്ടി വന്നിരിക്കുന്നു. ഇവിടെ തെരഞ്ഞെടുപ്പിൻ്റെ കോലാഹലങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, പിരിമുറുക്കങ്ങളും ചരടുബലികളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇതുപോലെ മന്ദമായി ഒഴുകുന്ന ഈ മീനച്ചിലാറിൻ്റെ നൈർമല്യം, ശുദ്ധി നിലനിർത്തുന്നതിലൂടെയാണ് ഈ മീനച്ചിലാറ് കൊണ്ട് ഉപജീവനം കഴിക്കുന്ന അല്ലെങ്കിൽ ജലം ഉപയോഗിക്കുന്ന കോട്ടയം ജില്ലയുടെ ഏറ്റവും കൂടുതൽ ആൾക്കാരും ഉപയോഗിക്കുന്ന ഈ മീനച്ചിലാറ്റിലെ വെള്ളമാണ്. ഈ മീനച്ചിലാറ്റിലെ ജലം ശുദ്ധമായി പരിപാലിക്കുന്നതിലൂടെ മാത്രമേ കോട്ടയം ജില്ലയിലെ ജനങ്ങൾക്ക് ആരോഗ്യമുണ്ടാവുകയുള്ളൂ. അപ്പോൾ അതിനെ ഈ അവസരവുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെടുത്താൻ പറ്റുക എന്നുള്ളതാണ് ഞങ്ങളുടെ ചിന്ത. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് തെരഞ്ഞെടുക്കപ്പെടുന്നവരോടും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളോടും എല്ലാ പാർട്ടികളോടും മുന്നണികളോടും ഞങ്ങൾക്ക് ഒരു ചോദ്യമുള്ള ഇതാണ്: ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജയിച്ചാൽ നിങ്ങൾ മീനച്ചിലാറിനു വേണ്ടി എന്തു ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു വലിയ ഉത്തരവാദിത്വം അതിതാണ്. 21 പഞ്ചായത്തുകളും 3 മുനിസിപ്പാലിറ്റികളും, ഈരാറ്റുപേട്ട പുതിയ മുനിസിപ്പാലിറ്റി ആയതോടുകൂടി 3 മുനിസിപ്പാലിറ്റികൾ, ഏറ്റുമാനൂർ 4 മുനിസിപ്പാലിറ്റികൾ, ഇങ്ങനെ 4 മുനിസിപ്പാലിറ്റിയും 21 പഞ്ചായത്തും തഴുകിപ്പോകുന്നതാണ് മീനച്ചിലാർ. ഈ മീനച്ചിലാറിലെ പരിശുദ്ധി പരിപാലിക്കേണ്ട ഉത്തരവാദിത്വം, ശുദ്ധജലവും ശുദ്ധവായുവും ജനങ്ങൾക്ക് കൊടുക്കേണ്ട ഉത്തരവാദിത്വം, ഏറ്റവും പ്രാഥമികമായ ഈ ഉത്തരവാദിത്വം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടേതാണ്. അതുകൊണ്ടാണ് ഇതിനെ ഈ തെരഞ്ഞെടുപ്പിലൊരു വലിയ ചോദ്യമായിട്ട് ഈ ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങൾ നിശബ്ദരാണ്, ജനങ്ങൾക്ക് ശബ്ദമില്ല, ഈ ശബ്ദമില്ലാത്ത ജനങ്ങളുടെ ശബ്ദമായിട്ട് ഞങ്ങൾ ഈ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് ഇതിനു വേണ്ടി നടക്കുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് അനുകൂലമാണ്. പക്ഷെ ആര് പൂച്ചയ്ക്ക് മണി കെട്ടും എന്ന് പറയാൻ കഴിയുന്നില്ല. അതാണ് ജനങ്ങളുടെ വിഷമം. അതുകൊണ്ട് ഞങ്ങൾക്ക് ജനങ്ങൾ തന്ന ഒരു പിന്തുണയിൽ നിന്നുകൊണ്ട് ജനങ്ങളുടെ ശബ്ദം എന്ന നിലയിൽ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടുത്തെ ഓരോ സ്ഥാനാർത്ഥികളോടും ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണ്: ശുദ്ധജലവും ശുദ്ധവായുവും നൽകാൻ നിങ്ങൾക്ക് എന്തു ചെയ്യാൻ കഴിയും? ശാശ്വതമായ ഒരു മതം മാത്രമേ ഉള്ളൂ, അതാണ് പ്രകൃതി സ്നേഹം. ഒരു ജാതിക്കോ ഒരു മതത്തിനോ ഒരു രാഷ്ട്രീയ കക്ഷിക്കോ നിങ്ങൾക്ക് ഈ പറയുന്ന ശാശ്വതമായ നിലനിൽപ്പില്ല. ശാശ്വതമായ നിലനിൽപ്പ് പ്രകൃതി ഉണ്ടെങ്കിലേ മനുഷ്യനുള്ളൂ. മനുഷ്യനുണ്ടെങ്കിലേ മണ്ണ് സംരക്ഷിക്കാനാവൂ, മനസ്സ് സംരക്ഷിക്കാനാവൂ, സ്നേഹം സംരക്ഷിക്കാനാവൂ. അപ്പോൾ അതുപോലെ വളരെ വലിയ പ്രകൃതി സ്നേഹികളാണ് ഈ പറയുന്ന ഈ ശബ്ദമെല്ലാം ഇത്രയധികം ഊർജ്ജസ്വലമായിട്ട് ഇവരുടെ ഈ നമ്മളീ പറഞ്ഞ വളരെയേറെ ചെറുപ്പ്, അല്ലെങ്കിൽ നമ്മളെന്താ പറയുക, എപ്പോഴും നമ്മൾ പറയാനുള്ള ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞ് ചെറിയ ഡ്രസ്സിങ്ങിനകത്ത് മാത്രം കാണിക്കുന്നതിനപ്പുറത്തേക്ക് വളർന്ന ചിന്താഗതിയും പക്വമായ ചിന്താഗതിയും ആശയങ്ങളും തന്നെയാണ് ചെറുപ്പക്കാരനാക്കേണ്ടത്. അല്ലെങ്കിൽ പ്രായം
മനസ്സിന് അല്ല, ശരിക്കും നമ്മുടെ പ്രായം ശരീരത്തിനല്ല ഉണ്ടാവേണ്ടത്, നമ്മുടെ മനസ്സിന്റെ ചെറുപ്പമാണ് നമ്മൾ കാത്തുസൂക്ഷിക്കുന്നത്. രവീന്ദ്ര സാർ, എനിക്ക് പറയാനുള്ളത് ഒരുപാട് ചെറുതല്ല, വലിയ കാര്യങ്ങൾ ചെറുതാക്കി പറയുക അത്ര എളുപ്പമല്ല. എങ്ങനെ ഒരു നമ്മളിപ്പോൾ പറയുകയാണ്, നമ്മളിപ്പോൾ ഇതിനെ പെട്ടെന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നതിനപ്പുറമായിട്ട് ഇപ്പോൾ ഒരു രാഷ്ട്രീയ കക്ഷിയുടെ നേതാവ് അല്ലെങ്കിൽ അവർ കാണുന്ന ഇന്ന ആളെ ജയിപ്പിക്കണം എന്ന് തോന്നുന്ന ഒരാളെ അയാൾക്ക് വോട്ട് ചെയ്താൽ ഇത് ഉണ്ടാകാൻ പറ്റുമോ എന്ന് ഒരു വോട്ടർ ചിന്തിക്കണമെങ്കിൽ എന്തൊക്കെയാണ് പുഴ മലിനമാകാതെ സംഭവിക്കുന്നത്? അതൊരു വളരെ വലിയ ഒരു കാര്യമാണ് ഇപ്പോൾ ചോദിച്ചത്. നമുക്ക് ഇപ്പോൾ രാജു സാറ് പറഞ്ഞു, അല്പം എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണെങ്കിൽ പോലും വായുവും വെള്ളവുമാണ് മനുഷ്യനെ നിലനിർത്തുന്നതെന്ന് പറഞ്ഞു. മനുഷ്യൻ ഉൾപ്പെടെയുള്ള ജന്തുജാലങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം ശ്വസിക്കാനുള്ള നല്ല വായുവും കുടിക്കാനുള്ള നല്ല വെള്ളവുമാണ്, യാതൊരു തർക്കവുമില്ല. ഈ വെള്ളം എന്ന് പറയുമ്പോൾ അതിൻ്റെ ചാക്രിക സഞ്ചാരമുണ്ടല്ലോ, അതിനെപ്പറ്റി ഒന്ന് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അതായത് മഴ പെയ്യുന്നു, ആകാശത്തിൽ നിന്ന് വെള്ളം താഴോട്ട് വരുന്നു, അതും പർവ്വതങ്ങളിലോ കുന്നിൻ്റെ മണ്ടയിലോ ഒക്കെ പെയ്യുന്നു. അത് ഒഴുകി ആദ്യം വളരെ ശീഘ്രതരമായി ഒഴുകി സമതലത്തിലെത്തുന്നു. സമതലത്തിൽ വളരെ വിശാലമായ രീതിയിൽ പരന്നൊഴുകി നേരെയല്ല വളഞ്ഞു ഒഴുകുന്നു, അവസാനം കടലിൽ ചേരുന്നു അല്ലെങ്കിൽ കായലിൽ ചേരുന്നു. ഇങ്ങനെയുള്ള ചാക്രിക സഞ്ചാരത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യന് പ്രയോജനപ്രദമായി നിൽക്കുന്ന സമയം നദിയാണ്. അതുകൊണ്ടാണ് സഫലം 55+ വെള്ളം ആവശ്യമുള്ള മനുഷ്യന് എപ്പോഴും നദിയിലേക്ക് നോക്കണം എന്ന് പറയാൻ കാരണം. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ പ്രവർത്തന മേഖലയായ മീനച്ചിൽ ആറിന് പ്രാധാന്യം കൊടുത്തത്. 78 കിലോമീറ്ററേ ദൂരമുള്ളൂ എങ്കിൽ പോലും അതിന് നീളം 78ആണ്. ഒരു നദിയായിട്ട് പോലും ചിലപ്പോൾ വലിയ ഇന്ത്യയുടെ മാപ്പിൽ ഇല്ലാതിരിക്കാം. പക്ഷേ അയിരൂർ പോലെയുള്ള 14-15 കിലോമീറ്റർ ഉള്ള ഒരു തോട് പോലും ആറായിട്ട് നമ്മൾ സങ്കല്പിക്കുന്നുണ്ട്. പക്ഷേ നമ്മളുടെ കാര്യം അതല്ലല്ലോ. വെള്ളം കൂടുതൽ പിടിച്ചു നിർത്തുന്ന നദി വേണം. അപ്പോൾ നദിയിൽ വെള്ളം പിടിച്ചു നിർത്താനുള്ള മാർഗങ്ങളെപ്പറ്റി ആലോചിക്കുമ്പോൾ തനിക്കെന്താ പറയാനുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങളും പറയാൻ കാണും. എന്താണ്? നദിയിൽ കൂടി ഈ മാലിന്യങ്ങൾ ഒഴുകി വരുന്നു, അതുകൊണ്ട് അത് അശുദ്ധമാകുന്നു. അത് നിരോധിക്കാൻ സാധിക്കില്ലേ, അല്ലെങ്കിൽ അങ്ങനെ വരാതിരിക്കാൻ സാധിക്കില്ലേ, അതിനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തുകൂടെ എന്നൊക്കെ ചോദ്യങ്ങൾ പെട്ടെന്നുണ്ടാകും. പക്ഷേ ഇത് മലിനമാകാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതെന്ന് ചില അഭിപ്രായങ്ങൾ നല്ല ചിലയിടത്തു നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് വേണ്ടത്? ഒഴുകി വരുന്ന ജലം വേനൽക്കാലത്തെ സംബന്ധിച്ചോളം വ്യത്യസ്തമാണ് വർഷകാലത്ത് ധാരാളം വെള്ളം, നല്ല വെള്ളം തന്നെ. ഇനി കൂടുതൽ ഡൈല്യൂട്ട് ചെയ്യുമ്പം വിഷം പോലും വിഷമല്ലാതായി മാറുന്നതുകൊണ്ട് ധാരാളം വെള്ളം ഒഴുകുന്ന വർഷകാലത്ത് പ്രശ്നമില്ലാന്ന് തന്നെ വയ്ക്കാം. എങ്കിൽ പോലും വേനൽക്കാലത്ത് ഇടമുറിയാതെ കുറേ വെള്ളമെങ്കിലും ആറ്റിൽ കൂടി ഒഴുകിൽ പോയാൽ അത് നല്ലതാണ്. അങ്ങനെ ഒഴുകണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് പിന്നീട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, പെയ്യുന്ന വെള്ളം മണ്ണിൽ ഊർന്നിറങ്ങുന്നു. ഈ ഊർന്നിറങ്ങുന്ന വെള്ളം വേനൽക്കാലത്ത് വീണ്ടും അതിൻ്റെ ഉറവ നശിക്കാതെ തുടർന്ന് ഊർന്നിറങ്ങി ആറ്റിലേക്ക് ചെല്ലുന്നു. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കുറവാണെന്നുണ്ടെങ്കിലും ഈ ഊർന്നിറങ്ങൽ സമ്പ്രദായത്തിന് വേണ്ടിയാണ് നമ്മൾ ആദ്യം ശ്രമിക്കേണ്ടത് എന്ന് ചില ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് കൃത്യമായി കണ്ടുപിടിച്ച് അതിന് തെളിവ് സഹിതം ഹാജരാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഊർന്നിറങ്ങുന്ന വെള്ളം വേനൽക്കാലത്ത് നദിയുടെ ഒഴുക്ക് നിയന്ത്രിക്കുന്നുണ്ട്. അപ്പോൾ 365 ദിവസം ഇല്ലെങ്കിൽ പോലും ഇപ്പം മീനച്ചിൽ ആറിനെ സംബന്ധിച്ചുള്ളതാണെങ്കിൽ ഏതാണ്ട് 88 ദിവസം ഇടമുറിയുന്നുണ്ട്. അല്ലാത്ത ദിവസങ്ങളിൽ മാത്രമേ വെള്ളം തുടർന്നൊഴുകുന്നുള്ളൂ. അപ്പോൾ ഈ വെള്ളം തുടർന്നൊഴുകാനുള്ള സൗകര്യങ്ങളുണ്ടാകണം. ഇതിനെന്ത് ചെയ്യണം? അപ്പോൾ വെള്ളം ഊർന്ന് ഇറങ്ങി ഒഴുകണമെങ്കിൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള സൗകര്യങ്ങൾ വേണം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് വെള്ളം ഊർന്നിറങ്ങേണ്ട ആവശ്യം വരുന്നത്. വെള്ളം കിനിഞ്ഞ് ഇറങ്ങാനുള്ള സൗകര്യത്തിന് സസ്യലതാദികളും മരങ്ങളും മറ്റും ധാരാളം നമ്മുടെ ഈ സമീപ പ്രദേശത്ത് നദിയുടെ ഇരുവശങ്ങളിലും ഉണ്ടാകണമെന്ന് പറയുന്നത്. നദി എന്ന് പറയുമ്പോൾ അതിന് ചില അതിർത്തികളുണ്ട്. ഈ അതിർത്തികൾ സർവേ കണ്ടുപിടിച്ച കാലം മുതൽ നമുക്കുള്ളതാണ്. അപ്പോൾ ഒരു നദി എന്ന് പറഞ്ഞാൽ ആ നദിയുടെ തീരത്ത് താമസിക്കുന്നവരുടെ നദീനീളം മുഴുവൻ ആ ആളിൻ്റെ സ്വന്തമല്ല, ഇത് പൊതു സ്വത്താണ്. ആ പൊതു സ്വത്തിൽ അവകാശപ്പെട്ടതിൻ്റെ ഒരു ഓഹരിയാണ് എനിക്കുള്ളത് എന്ന് നദീതീരത്ത് താമസിക്കുന്ന ഉടമസ്ഥൻ തീരുമാനിക്കേണ്ടതും ബോധ്യപ്പെടേണ്ടതുമാണ്. ഈ ബോധ്യപ്പെടൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ബോധ്യപ്പെടൽ കൊണ്ട് അയാളുടെ ഉടമസ്ഥാവസ്ഥയെപ്പറ്റി നമ്മൾ
ചോദ്യം ചെയ്യുകയല്ല. ഈ നദീനീളം അയാളുടെ പുരയിടത്തിൻ്റെ നീളമാണെങ്കിൽ ആ നീളം സംരക്ഷിക്കേണ്ട ചുമതല അയാൾക്കാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇങ്ങനെ നദീതീരത്ത് താമസിക്കുന്നവരുടെ ചുമതലയിൽ ഇത് മുമ്പോട്ട് പോയാൽ മലിനീകരണത്തിന് ഒരു പരിധിവരെ നമുക്ക് സമാധാനം ഉണ്ടാക്കാൻ കഴിയും. ഈ സന്ദർഭത്തിൽ പറയാനുള്ള കാരണം, പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നു, മുനിസിപ്പൽ ഇലക്ഷൻ വരുന്നു, അല്ലെങ്കിൽ കോർപ്പറേഷൻ ഇലക്ഷൻ വരുന്നു, ഇതിനാളുകൾ ധാരാളം നിൽക്കുന്നു. ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഒരു പാർട്ടിയുടെയും കാര്യങ്ങളല്ല നമുക്ക് കൃത്യമായി കിട്ടേണ്ടത്. ഒരു പാർട്ടിയുടെയും ചായ്വല്ല ഇതിനാവശ്യം, മുഴുവൻ ജനങ്ങളുടെയും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ആര് ജയിച്ചു വന്നാലും അവരുടെ രാഷ്ട്രീയ ചായ്വ് എങ്ങോട്ടാണെങ്കിലും എല്ലാവരും കൂടി ഭരിക്കുന്ന ഒരു രൂപ ഘടന ഈ പഞ്ചായത്തിനും മുനിസിപ്പാലിറ്റിക്കും കോർപ്പറേഷനും മാത്രമേ ഉള്ളൂ. സ്റ്റേറ്റിനോ കേന്ദ്രത്തിനോ അതില്ല. അവിടെ പ്രധാനമന്ത്രിയെയോ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ അതുപോലെയുള്ള മന്ത്രിമാരെയോ നിയമിക്കുകയാണ്. ഇവിടെ നിയമിക്കുന്നത് ഒരു ചെയർമാനെയോ ഒരു വൈസ് ചെയർമാനെയോ ഒരു മേയറെയോ ഒരു ഡെപ്യൂട്ടി മേയറെയോ അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനോ ഒരു ഡെപ്യൂട്ടി അസിസ്റ്റൻ്റായിട്ട് വരുന്ന ഒരു വൈസ് പ്രസിഡന്റിനെയോ ആണ്. ഈ രണ്ടുപേരെ മാത്രം തിരഞ്ഞെടുക്കുന്നത് നിയമിക്കലല്ല, എല്ലാവരും കൂടി 36 പേരുണ്ടെങ്കിൽ അല്ലെങ്കിൽ പാലായിലെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ 26 പേരുണ്ടെങ്കിൽ ആ 26 പേരും കൂടിയാണ് ഈ നിയമിക്കലല്ലാതെ തിരഞ്ഞെടുക്കുന്നത്. ഈ തിരഞ്ഞെടുത്താൽ ആ തിരഞ്ഞെടുക്കപ്പെട്ട ആളിൻ്റെ കക്ഷിയുടെ കൂട്ടത്തിലുള്ള ആളുകളെ മാത്രം നിയമിക്കാൻ നിയമമില്ല. എല്ലാവരും കൂടിയാണ് ബാക്കിയുള്ള ചുമതലയ്ക്ക് വകുപ്പുകൾ തീരുമാനിച്ച് ഓരോ വകുപ്പിലും മുഴുവൻ ആളുകളെയും കൂടി ഉൾപ്പെടുത്തിയാണ് എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളും ഉണ്ടാകുന്നത്. അപ്പോൾ ഭരണസമ്പ്രദായത്തിലുള്ള യാതൊരു അപാകതയും ഇല്ലാതെ ഇതുപോലുള്ള നദിയുടെ കാര്യം, ശ്വസിക്കുന്ന വായുവിൻ്റെ കാര്യത്തിലും കുടിക്കുന്ന വെള്ളത്തിൻ്റെ കാര്യത്തിലും പരമപ്രധാനമായി ശ്രദ്ധിക്കണം എന്ന് പറയുന്ന രീതിയിലുള്ള നിയമവും ചട്ടങ്ങളും ഉണ്ടാക്കിയിരിക്കുന്ന ഈ രാജ്യത്ത് പ്രബലമായും പ്രശസ്തമായും പ്രയോജനപ്രദമായും പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരു സാമാജിക കൂട്ടം ഉണ്ടാകുന്ന ഈ സന്ദർഭത്തിൽ ആണ് വാസ്തവത്തിൽ ഇതുപോലെയുള്ള സാറ് പറഞ്ഞതിൽ ഇപ്പോൾ ഇത് ഇലക്ഷനോട് അടുത്ത് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കേണ്ട, വോട്ടർ എന്ന നിലയിൽ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ. ഒരു ചോദ്യമെങ്കിലും നിങ്ങളോട് വോട്ട് ചോദിക്കാൻ വരുമ്പോൾ ചോദിക്കുക. ഒരു ചോദ്യമെങ്കിലും, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇത് സംരക്ഷിക്കും എന്ന് ഞങ്ങൾക്ക് ഉറപ്പ് തന്നുകൂടാ? എൻ്റെ ഏറ്റവും വലിയ മുൻഗണന മീനച്ചിലാറിൻ്റെ, നമ്മുടെ ഏറ്റവും വലിയ സ്വത്തായ മീനച്ചിലാറിനെ പരിഗണിക്കും. നമുക്ക് അതിന് വേണ്ട പരിഗണനയും അതിനെ സംരക്ഷിക്കാനുള്ള അവസ്ഥയും അതിലേക്ക് മാലിന്യം ഒഴുകുന്നവരെ ശിക്ഷിക്കുവാൻ വേണ്ടിയുള്ള തലത്തിൽ വരെ പോകുവാൻ എന്നെ കൊണ്ട് സാധിക്കുമെന്ന് ഉറപ്പു തരുന്ന ആളുകൾക്ക് നിങ്ങൾ വോട്ട് ചെയ്യണം. അതാണ് ആ ഒരു ആവശ്യമാണ്. ഭരിക്കുന്ന കക്ഷിക്ക് മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കുന്നുള്ള മൂഢവിശ്വാസം നിങ്ങൾക്ക് ആർക്കും പാടില്ല എന്നും കൂടെ എനിക്കുണ്ട്. കാരണം മുഴുവൻ പേരും കൂടിയാണ് ഭരിക്കുന്നത്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും എനിക്കും അറിയാം, കോട്ടയം ജില്ലയിൽ ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് 5 കോടി രൂപയുടെ മരുന്ന്, ഇംഗ്ലീഷ് മരുന്ന് ഓരോ ദിവസവും വിൽക്കുകയാണ്. മെഡിക്കൽ സ്റ്റോർ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ മരുന്നിന്റെ ഉപഭോഗം. അതിൽ ഇന്ത്യയിൽ മൊത്തം ഉപയോഗിക്കുന്ന മരുന്നിൻ്റെ സൈക്യാട്രിക് മെഡിസിൻസിൻ്റെ 13% കേരളത്തിൽ മാത്രമാണ്. ഇന്ത്യയിൽ മൊത്തം വിൽക്കുന്ന സൈക്യാട്രിക് മെഡിസിൻസിൻ്റെ 13% കേരളത്തിൽ മാത്രമാണ്. അതിൽ തന്നെ കോട്ടയം ജില്ലയിൽ മെഡിക്കൽ സ്റ്റോർ വഴി 5 കോടി രൂപയുടെ, ഇത് ഏകദേശം ഏറ്റവും കുറഞ്ഞ കണക്കാണ്. ഇതിനേക്കാൾ കൂടും. കാരണം പ്രൈവറ്റ് ആശുപത്രികൾ വഴി വിതരണം ചെയ്യുന്ന മരുന്ന്, സർക്കാർ ആശുപത്രി ഡിസ്പെൻസറി വഴി വിതരണം ചെയ്യുന്ന മരുന്ന്, ഇതെല്ലാം വരുമ്പോൾ ശരാശരി ഒരു 8 കോടി രൂപയുടെ മരുന്ന് ഓരോ ദിവസവും കോട്ടയം ജില്ലക്കാർ തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ ആരോഗ്യമാണോ അനാരോഗ്യമാണോ എന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തെ നിങ്ങൾ ദയവായിട്ട് ചിന്തിക്കണം. ഇതിന് കാരണം, ഇങ്ങനെ രോഗാതുരമാകുന്ന ഒരു ജില്ലയായിട്ട് കോട്ടയം മാറാൻ കാരണം ഈ നദി മീനച്ചിലാർ, നമ്മുടെയൊക്കെ മനസ്സിലൂടെ തെളിനീരുമായി ഒഴുകിയിരുന്ന മീനച്ചിലാർ മലീമസമായി എന്നതിൻ്റെ തെളിവാണ്. അതുകൊണ്ട് ഞാനോ എൻ്റെ കൂടെയുള്ളവരോ എൻ്റെ മുതിർന്നവരോ ഒക്കെ ഇന്നും നാളെയുമായിട്ടൊക്കെ ഇല്ലാതെയാവും, ഭൂമിയോട് വിട പറയും.
പക്ഷേ ഇനിയുള്ള തലമുറയും അതിനുശേഷം വരുവാനിരിക്കുന്ന തലമുറയും ഈ രോഗാതുരമായ ജലമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവർക്ക് വരാൻ പോകുന്ന രോഗങ്ങൾ ഇന്നതാണ് എന്ന് പറയാൻ കഴിയില്ല. കാരണം ഞങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ജലം പരിശോധിച്ചപ്പോൾ അതിലെ കോളിഫോമിൻ്റെ ഈക്കോളിയുടെയും ബാക്ടീരിയയുടെ അളവ് ഞെട്ടിപ്പിക്കുന്ന അളവാണ്. വളമായിട്ടല്ലാതെ ഒന്നിനും ഉപയോഗിക്കാൻ കഴിയില്ല. ഈ കോളിഫോം ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോയ്ലറ്റിലെ കക്കൂസിലെ മാലിന്യമെന്ന അർത്ഥം. ഈ മാലിന്യമാണ് നമ്മൾ ശുദ്ധീകരിച്ചോ എന്ന് പറഞ്ഞുകൊണ്ടോ നമ്മൾ കുടിക്കുന്നത്. കേവലം ഒരു ക്ലോറിൻ കൊണ്ടൊന്നും ക്ലോറിനേഷനിലൂടെ അത് ശുദ്ധിയാവുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് രോഗങ്ങൾ പെരുകുന്നത്. ഇന്നലെ കണ്ട രോഗമല്ല ഇന്നുണ്ടാവുന്നത്. തക്കാളിപ്പനിയും ഒക്കെ ആയിരുന്നു ഇന്നലെ. നാളെ വരാൻ പോകുന്ന എന്താണെന്ന് നമുക്കറിയില്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്രോതസ്, ശുദ്ധജല സ്രോതസ്സായിരിക്കുന്ന മീനച്ചിലാർ രോഗങ്ങളുടെയും കൂടെ സ്രോതസ്സായിട്ട് മാറുന്നു. ഇത് മാറ്റിയതാര്? അമേരിക്കക്കാരല്ല, നമ്മൾ ഈ കോട്ടയം ജില്ലയിൽ നിവസിക്കുന്നവർ. അതുകൊണ്ട് മീനച്ചിലാർ പുനർജനി യജ്ഞ സമിതിയുടെ ആഗ്രഹവും ആവശ്യവും നിങ്ങളോടുള്ള അപേക്ഷയും ഇതാണ്. ഈ മണ്ണിനെയും ഈ ജലത്തെയും ശുദ്ധിയായി പരിപാലിക്കേണ്ട ഉത്തരവാദിത്വം ഓരോ വ്യക്തിക്കുമുണ്ട്. എവിടെയെങ്കിലും മാലിന്യം കിടക്കുമ്പോൾ മീനച്ചിലാറിൻ്റെ ആൾക്കാരെ വിളിച്ചു പറയുകയല്ല, ഓരോരുത്തരും ചെയ്യണം. ഞാൻ ഈ മണ്ണിനെ മലീമസമാക്കുന്ന ഒരു കാര്യവും ചെയ്യുകയില്ല എന്ന് ഓരോ വ്യക്തിയും തീരുമാനിക്കണം. എന്തുകൊണ്ട്? ഞാനൊരു മുട്ടായി തിന്നിട്ട് കടലാസ് വലിച്ചെറിഞ്ഞാൽ അത് കാറ്റിൽ പറന്ന് ആറ്റിലെത്തും. അത് പിന്നീട് വേമ്പനാട്ട് കായലിലെത്തും. വേമ്പനാട്ട് കായലിൽ നിന്ന് കടലിലെത്തും. ആ കടലിൽ നിന്ന് നീരാവി ഉയർന്ന് പിന്നീട് മഴയായി നമുക്ക് തന്നെ പെയ്തു കിട്ടുന്നു. അപ്പോൾ നമുക്ക് വരുന്ന ഈ രോഗങ്ങളുടെ മഹാമാരി നമ്മൾ തന്നെയാണ് സൃഷ്ടിക്കുന്നത്. ഈ ആറ്റിലേക്ക് കോഴിയുടെ വേസ്റ്റ് ഇടുന്നു, കക്കൂസ് വേസ്റ്റ് ഇടുന്നു, അത് പെയ്ത് നമ്മുടെ നെറുകയിൽ തന്നെ വീഴുകയാണ്. അത് നമ്മൾ തന്നെ കുടിക്കുകയാണ്. അത് നമ്മുടെ ഉള്ളിൽ നിന്ന് രോഗങ്ങളായിട്ട് പുറത്തേക്ക് വരികയാണ്. അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് വളരെ വിശേഷപ്പെട്ടതായിട്ട് ദയവ് ചെയ്ത് നിങ്ങൾ പരിഗണിക്കണമെന്ന് ഞാൻ പറയുന്നത്. ഓരോരുത്തരും പരിഗണിക്കാം. ഓരോ സ്ഥാനാർത്ഥിയോടും ചോദിക്കണം, മീനച്ചിലാറിന് വേണ്ടി ഈ മണ്ണിൻ്റെ ശുദ്ധി പരിപാലിക്കാൻ, ജലത്തിൻ്റെ ശുദ്ധി പരിപാലിക്കാൻ സുഹൃത്തെ നിങ്ങൾ ഇന്നേ വരെ എന്തെല്ലാം ചെയ്തിട്ടുണ്ട്? നാളെ നിങ്ങൾ എന്ത് ചെയ്യും സുഹൃത്തെ? അത് പറഞ്ഞ് ബോധ്യപ്പെട്ടാൽ നിങ്ങൾ ഏത് പാർട്ടിക്കാരനാണെങ്കിലും ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാം, നിങ്ങൾക്ക് വോട്ട് ചെയ്യാമെന്ന് പറയാനുള്ള ഒരു ആർജവം എന്ന വാക്ക് തന്നെ വേണം. ഈ ആർജവം നമ്മൾ പ്രയോഗിക്കണം. നമ്മൾ ഭീരുക്കളാവരുത്. ഭീരുത്വം, ഭയകൗടില്യ ലോഭങ്ങൾ വളർക്കില്ലൊരു നാടിനെ എന്ന് പറഞ്ഞ മഹാന്റെ നാടാണ് നമ്മുടെ നാട്. നമ്മുടെ ഭീരുത്വമാണ് ഈ നദിയെ രോഗാതുരമാക്കിയത്. നമ്മുടെ സ്വാർത്ഥതയാണ് ഈ നദിയെ രോഗാതുരമാക്കിയത്. ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തണമെങ്കിൽ നമ്മളിപ്പോൾ കൂട്ടായിട്ട് ചിന്തിച്ചു തുടങ്ങണം. ഇതേതെങ്കിലും ഒരാളിൻ്റെ ഒരു സംഘടനയുടെ ചുമതലയല്ല. കോട്ടയം ജില്ലയിലെ മുഴുവൻ ജനങ്ങളും ഏറ്റെടുക്കേണ്ട ഒരു മുദ്രാവാക്യമാണ് മീനച്ചിലാർ പുനർജനി. പുനർജനി എന്ന വാക്കിൻ്റെ അർത്ഥം രണ്ടാമത് ജനിക്കുക എന്നാണ്. നദിയുടെ തീരം സംരക്ഷിക്കുക മാത്രമല്ല, മരങ്ങൾ സംരക്ഷിക്കുക മാത്രമല്ല, ഇവിടുത്തെ ജലം ശുദ്ധമായിട്ട്. കാരണം നദി തുടങ്ങുന്നിടത്ത് ശുദ്ധജലമാണ്, പിന്നീട് മനുഷ്യവാസം തുടങ്ങുന്നിടം മുതൽ അത് മലിനമായിക്കൊണ്ടിരിക്കുന്നു. നിത്യവും നിതാന്തവുമായിട്ടുള്ള ജാഗ്രത കൊണ്ട് മാത്രമേ ഈ നദിയെ രക്ഷപ്പെടുത്താൻ കഴിയുള്ളൂ. ഈ നദിയെ രക്ഷപ്പെടുത്താൻ കൂടുതൽ ആളൊന്നും വേണ്ട. എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ സാർ, ഈ കോട്ടയം ജില്ലയിൽ ഇപ്പോഴത്തെ ഉള്ള സ്ഥാനാർത്ഥികൾ എല്ലാവരും കൂടെ ഒന്ന് വിചാരിച്ചാൽ, ഈ സ്ഥാനാർത്ഥികൾ എല്ലാവരും കൂടെ വിചാരിച്ചാൽ മാത്രം മതി ഈ നദിയെ രക്ഷപ്പെടുത്തിയെടുക്കാം. ആർജവത്തോടു കൂടി ഒരാൾ മുന്നോട്ട് വരുമ്പോൾ അവരുടെ പിന്നാലെ വരും. യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഈ നദിയെ രക്ഷിക്കുന്ന നേതാവിനെയാണ് നോക്കുന്നത്. നേതാവെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ആവേശം നൽകി, മൂല്യബോധം നൽകി, ആവശ്യബോധം നൽകി, ആവേശം ജനിപ്പിച്ച് ഈ ഒരു കർമ്മപഥത്തിലേക്ക് എത്തിക്കുന്നയാളാണ് യഥാർത്ഥ നേതാവ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വോട്ട് ചെയ്യണം. പാർട്ടിയല്ല വിഷയം, ഈ രാഷ്ട്രത്തിൻ്റെ നിർമ്മിതിയാണ്. ഈ രാഷ്ട്രത്തിൻ്റെ പുനർനിർമ്മിതിയുടെ ഭാഗമാണ് മീനച്ചിലാർ പുനർജനി എന്ന് പറയാനും ഞാൻ ആഗ്രഹിക്കുന്നു. ഈ വാക്കുകൾ കേവലം ഒരു എന്താ പറയുന്നത്, നിങ്ങളോട് പറഞ്ഞ ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കൽ തോൽപ്പിക്കൽ എന്നതിന് ഉപരിയായിട്ട് ഒരു ഉത്തരവാദിത്വം നിങ്ങളിലേക്ക് പകരുവാൻ വേണ്ടി പറഞ്ഞ വാക്കുകളാണ്. കാരണം
പ്രകൃതി സ്നേഹം, പ്രകൃതി ഉണ്ടെങ്കിലേ നമ്മളുള്ളൂ. ഈ പ്രകൃതിയിലൂടെ ഒഴുകുന്ന ഇത്ര ശുദ്ധമായി ഒഴുകേണ്ട ജലം അതിനെ എങ്ങനെ സംരക്ഷിക്കാം എന്നതിനൊരു തീരുമാനമെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടാക്കാൻ, ആ തീരുമാനം സ്ഥാനാർത്ഥിയിലൂടെ പുറത്തേക്ക് എത്തിക്കാൻ, ആ സ്ഥാനാർത്ഥി ജയിച്ചു വരികയോ തോറ്റു പോകുമ്പോൾ മറ്റ് ജയിച്ച ആളോട് ചോദ്യം ചെയ്യാനെങ്കിലും ഉപയോഗിക്കാൻ, മറു സ്ഥാനാർത്ഥിക്ക് ഉപയോഗിക്കാനെങ്കിലും ഇത് ഉപയോഗിക്കണം. അപ്പോൾ അങ്ങനെ ഒരു ഉത്തരവാദിത്തമായിട്ട് എടുക്കണം ഈ കാര്യം. അല്ല വെറുതെ ഒരു രസത്തിന് നമ്മൾ പറഞ്ഞു, അവർ സംസാരിച്ചു, അവർ ചർച്ച ചെയ്തു, കൊള്ളാനും നല്ല ചർച്ചയായിരുന്നു, അവർ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു, പ്രകൃതിയാണ്, ശരിയാണ്, നല്ലതാണ്, പക്ഷേ എന്താ ചെയ്യുന്ന ശരി എന്ന് പറഞ്ഞിട്ട് കയ്യിലിരിക്കുന്ന ആ പേപ്പർ പിന്നെ അങ്ങോട്ട് വലിച്ചെറിയരുത്. ആദ്യം നന്നാവേണ്ട മനുഷ്യനാണ്, നമ്മൾ ഓരോരുത്തരുമാണ്. അതിനുശേഷം വേണം നമ്മൾ മറ്റുള്ളവരെ നന്നാക്കാനുള്ള പ്രവൃത്തിയിലേക്ക് എത്താൻ വേണ്ടി. അപ്പോൾ ആദ്യം നന്നാവേണ്ട നമ്മുടെ ആറ്റിറ്റ്യൂഡും നമ്മൾ ചെയ്യേണ്ട കാര്യം, നമുക്ക് പ്രകൃതിയുള്ള സ്നേഹം, നമ്മൾ ഇരിക്കുന്ന സ്ഥലം വൃത്തിയായി സൂക്ഷിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. നമ്മുടെ വീട് നമ്മൾ സൂക്ഷിക്കുന്നുണ്ട്, നമ്മുടെ മുറി സൂക്ഷിക്കുന്നുണ്ട്. എന്തുകൊണ്ട് നമ്മുടേതെന്ന് പറഞ്ഞ് എഴുതി തരാത്ത ഒരു സാധനം, പക്ഷെ ഇതാണ് നമ്മുടെ എല്ലാം എന്ന് മനസ്സിലാക്കി. ഞാൻ ചെയ്യുന്ന ഒരു കാര്യം കൂടെ പറയാം. എൻ്റെ വീടിനോട് ചേർന്നുള്ള പൊതുനിരത്ത് എല്ലാ ദിവസവും രാവിലെ അടിച്ചു വാരി ശുദ്ധിയാക്കുന്ന ജോലി എൻ്റേതാണ്. അത് കൊണ്ടുപോയി കരിയില കൂട്ടി തീയിടുന്ന ജോലി എൻ്റേതാണ്. ഇത് കണ്ടിട്ട് ഇതാരെങ്കിലും അനുകരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ എന്നേക്കാൾ കടത്തി വെട്ടി അപ്പുറത്തൊരാൾ, ഒരു ജോസഫ് സാറ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ അദ്ദേഹം വൃത്തിയാക്കുക മാത്രമല്ല അവിടെ മുഴുവൻ പൂച്ചെടികൾ നട്ടുവെച്ചു. അത് കിഴതരി സർവീസ് സഹകരണ ബാങ്കിന്റെ അല്ലെങ്കിൽ ക്ഷമിക്കണം അവിടുത്തെ ഓരോ പ്രവർത്തി, അതുപോലെ ഇന്ത്യ അവിടുന്ന് അതൊക്കെ നമുക്ക് പാലക്കാർക്ക് തന്നെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ശരിക്കും ഇങ്ങനെയൊക്കെ നോക്കുന്ന പ്രകൃതി സ്നേഹികൾ അവിടെ നീ വരുമ്പോൾ റോഡ് സൈഡിൽ ഇത്രയും അധികം പൂക്കൾ ഒരുക്കി വെക്കുക, അതൊക്കെ ഒരു അങ്ങനെയുള്ള പ്രകൃതി സ്നേഹമാണ് നമുക്ക് ആവശ്യം. ഇവിടെ പലതവണ യജ്ഞം എന്ന വാക്ക് പറഞ്ഞു. മീനച്ചിലാർ പുനർജനി യജ്ഞം, ഈ യജ്ഞം എന്ന് പറയുന്നത് ഒരു യാഗം എന്നർത്ഥത്തിലാണ്. അതിനൊരു ആചാര്യനുണ്ടാവും. ഇവിടെ ആരാണ് ആചാര്യൻ? ആചാര്യൻ എന്ന് പറഞ്ഞാൽ എന്താ? ആചരിച്ചുകൊണ്ട് ആചരിപ്പിക്കുന്നവനാണ് ആചാര്യൻ, ചെയ്തുകൊണ്ട് ചെയ്യിപ്പിക്കുന്നവൻ. ഇവിടെ മീനച്ചിലാറുമായി ബന്ധപ്പെട്ട എല്ലാ മനുഷ്യരും ഇതിൻ്റെ നേതാക്കന്മാരും ആചാര്യന്മാരുമാണ്. അതുകൊണ്ട് തന്നെ അതിന് ചേർന്ന നേതൃത്വത്തെ തിരഞ്ഞെടുക്കണം എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം. എനിക്ക് മുൻപേ സംസാരിച്ചല്ലോ, ആ കൂട്ടത്തിൽ പറയേണ്ട ഒരു കാര്യം, നമ്മളെല്ലാവരും ജനിച്ച കാലം മുതൽ ഈ മണ്ണിലെ വെള്ളമാണ് കുടിക്കുന്നത്, ഈ മണ്ണിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച ഭക്ഷണ വസ്തുക്കളാണ് കഴിക്കുന്നത്. തിരിച്ച് ഈ മണ്ണിനെ, ഇതിൻ്റെ ശുദ്ധി നിലനിർത്താൻ ഞാൻ എന്ത് ചെയ്തു? ഇത് കേൾക്കുന്ന സുഹൃത്തെ നിങ്ങൾ എന്ത് ചെയ്തു? സ്ഥാനാർത്ഥിയായിട്ട് വരുന്ന സുഹൃത്തെ നിങ്ങൾ എന്ത് ചെയ്തു എന്ന ചോദ്യം നിങ്ങൾ സ്വയം ചോദിക്കുകയും അവരോട് ചോദിക്കുകയും വേണം. എങ്കിൽ മാത്രമേ ഇതിൻ്റെ ഒരു പുതിയ സംസ്കാരം സൃഷ്ടിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. ഒരു പുതിയ സംസ്കാരം സൃഷ്ടിക്കുകയാണ്. ഈ ജലത്തെയും നീരൊഴുക്കിനെയും നീരൊഴുക്കിനെയും നീർത്തടങ്ങളെയും നീർച്ചാലുകളെയും നദികളെയും ഒക്കെ സംരക്ഷിക്കുന്ന, ശുദ്ധി പുലർത്തുന്ന ഒരു സംസ്കാരം സൃഷ്ടിക്കാൻ നമുക്ക് കഴിയും. നമുക്ക് മാത്രമേ ഇത് രക്ഷിക്കാൻ കഴിയൂ. അത് രക്ഷിക്കാൻ, ഈ നദിയെ രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ വരും തലമുറകളെ രക്ഷിക്കുകയാണ്. അതിന് ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്, നിങ്ങൾ ഞങ്ങളോടൊപ്പം ചേരണം എന്ന് മാത്രമാണ് അപേക്ഷ. അതായത് ഇപ്പോൾ ഒരുപിടി സ്ഥാനാർത്ഥികളുണ്ട്, ഒരാളെ ജയിക്കുള്ളൂ. പക്ഷേ ഈ വിജയിക്കാത്ത ആളുകൾ, തോറ്റെന്ന് ഞാൻ പറയുന്നില്ല, വിജയിക്കാത്ത ആളുകൾക്കൊരു ചുമതലയുണ്ട്. അതാണ് ഈ പഞ്ചായത്തിൻ്റെ മുനിസിപ്പാലിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. വാർഡ് സഭയോ മറ്റേ ഗ്രാമസഭയോ, ഈ ഗ്രാമസഭയിൽ എല്ലാവരും പങ്കെടുക്കണം എന്നുള്ളതാണ്. ഈ എല്ലാവരും പങ്കെടുത്താൽ എല്ലാവരും ഈ നിശ്ചയത്തിന് ദാർഢ്യം കൂടുകയും അത് തുടർന്ന് ഫലപ്രദമാക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ സ്ഥാനാർത്ഥി ജയിക്കുകയും തോക്കുകയും ചെയ്യുന്നതല്ല, സാമാജികൻ മാത്രമല്ല, ജനങ്ങൾ മുഴുവൻ ഒന്നാകെ ഈ മീനച്ചൽ നദിയിലെ നന്മയ്ക്ക്, ഈ നന്മ ഉണ്ടാകാൻ, പുനർജനിക്കാൻ വേണ്ടത് ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത്. വ്യക്തികൾ, അതായത് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട ചില കാര്യങ്ങൾ സംസാരിച്ചവർ വിട്ടുപോയതുകൊണ്ട് ഞാനത് ചേർക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പുഴയിൽ 10,000 വരെയാണ് ഈ കൊള്ളിയുടെ എണ്ണം. അതിൽ പ്രധാനമായിട്ടുള്ളത് അത് ഉപയോഗിക്കാനേ കൊള്ളാത്ത വെള്ളമാണ്. അതിന് വ്യക്തികൾ മാത്രം വിചാരിക്കണം, നമ്മൾ ഓരോരുത്തരും വിചാരിക്കണം. നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്ന എല്ലാ മാലിന്യങ്ങളും, വിസർജ്യങ്ങൾ സംസ്കരിക്കാൻ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ സംവിധാനമുണ്ട്. ആരും പഴയ പോലെ വെളിക്കിരിക്കാറില്ല. എന്ന് വെച്ചാൽ ഓപ്പൺ സ്പേസിൽ പോയി മലമൂത്ര വിസർജനം നടത്താറില്ല. അത് സംസ്കരിക്കാൻ വീട്ടിൽ തന്നെ 6-7 കക്കൂസൊക്കെ ഉണ്ടോ വലിയ വീടുകളിലൊക്കെ. അപ്പോൾ അതേപോലെ തന്നെ വീട്ടിലുണ്ടാകുന്ന എല്ലാ മാലിന്യങ്ങളും വീട്ടിൽ തന്നെ സംസ്കരിക്കാനുള്ള ഒരു സംസ്കാരം നമുക്കുണ്ടാകണം. ആയിരിക്കണം ഈ തെരഞ്ഞെടുപ്പിൻ്റെ വേറൊരു ലക്ഷ്യം.
ഇത് മനസ്സിൽ കണ്ട് ഇതിനായിട്ട് വേണ്ട സഹായങ്ങളും സൗകര്യങ്ങളും ചെയ്യുന്ന ഏത് സ്ഥാനാർത്ഥിയാണെങ്കിലും ഏത് രാഷ്ട്രീയക്കാരനാണെങ്കിലും വിജയിപ്പിക്കാം. അതിലോട് നാളെ മുമ്പ് രവി സാറ് സൂചിപ്പിച്ചതുപോലെ വാർഡ് സഭയിലും ഗ്രാമസഭയിലും ഒക്കെ ചോദ്യം ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. അതിനായി നിങ്ങളുടെ ജനാംഗീയ ആധിപത്യം സ്ഥാപിക്കണം. നമ്മുടെ ചർച്ച മുൻപോട്ട് പോകുമ്പോൾ ഈ വരുന്ന ത്രിതല പഞ്ചായത്തിൽ എങ്ങനെ ഉള്ളവരെയാണ് ജയിപ്പിക്കേണ്ടതെന്ന വിഷയത്തിലേക്ക് കടന്നു വന്നു. ഇവിടെ ജയിച്ചവരെക്കാൾ കൂടുതൽ ജയിക്കാത്തവരാണ്. ശരാശരി ഒരു വാർഡിൽ അല്ലെങ്കിൽ ഡിവിഷനിൽ 3-4 പേരെങ്കിലും വെച്ച് മത്സരിക്കാറുണ്ട്. അതിൽ ഒരാൾ ജയിക്കുമ്പോൾ ജയിക്കാത്തവരുടെ എണ്ണം 3 ഇരട്ടിയുണ്ട്. ആ 3 ഇരട്ടി ആളുകളാണ് വാസ്തവത്തിൽ അടുത്ത 5 വർഷം ഈ രാജ്യം ഭരിക്കുന്നവർ, ഈ സംസ്ഥാനത്തിൻ്റെ ഭാഗങ്ങൾ ഭരിക്കുന്നവരെ പ്രഷർ ചെയ്യണം. അവർ മാത്രം ചിന്തിച്ചാൽ മതി, അവർ മാത്രം തീരുമാനിച്ചാൽ മതി. ഈ മീനച്ചിലാർ മാത്രമല്ല, മീനച്ചിലാറിലേക്ക് വരുന്ന 100 കണക്കിന് കൈവഴികളുണ്ട്, കൊച്ചു കൊച്ചു തോടുകളുണ്ട്, വലരികളുണ്ട്. ആ വലരിയിൽ നമ്മൾ മലിനമാക്കിയാൽ മീനച്ചിലാർ മലിനമാകും, മീനച്ചിലാർ മലിനമായാൽ വേമ്പനാട്ട് കായൽ മലിനമാകും എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് സ്ഥാനാർത്ഥിയായിട്ട് രംഗത്ത് വന്നിരിക്കുന്ന ആളുകളുടെ പ്രധാന ചുമതല എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ മനസാക്ഷിയോട് ചോദിക്കുക, കഴിഞ്ഞ കാലങ്ങളിൽ ഈ മീനച്ചിലാറിനും പരിസരവും നദികളും പുഴകളും മലിനമാക്കാൻ എൻ്റെ പങ്ക് എന്തുമാത്രം സഹായിച്ചു? പോരാ, കഴിഞ്ഞത് മറക്കാം, എല്ലാം പൊറുക്കാം. ഇന്നു മുതൽ എൻ്റെ ആയുസിൻ്റെ ഭൂരിപക്ഷ സമയം ഞാൻ സമൂഹത്തിലാണ് ജീവിക്കുന്നത്. ഞാൻ ഈ നദികളും പുഴകളും പ്രകൃതിയും നന്നാക്കുന്ന ഒരു യജ്ഞത്തിലെ പോരാളിയായി മാറുമെന്ന് തീരുമാനിച്ചാൽ വരുന്ന 5 വർഷം കൊണ്ട് കേരളത്തിലെ എല്ലാ നദികളും, മീനച്ചിലാർ മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, എല്ലാ നദികളും എല്ലാ പുഴകളും എല്ലാ പ്രദേശങ്ങളും നന്നാക്കാൻ നമുക്ക് സാധിക്കും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ചർച്ച മുമ്പോട്ട് നീങ്ങുമ്പോൾ ഒരു കറുത്ത സത്യം നമ്മളെ നോക്കി ചിരിച്ചുകൊണ്ടേ നിൽക്കുന്നു. ഈ നദിയെ മലിനമാക്കുന്ന ഒരു കൂട്ടർ, നദിയെ ശുദ്ധീകരിക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടർ, ഇത് രണ്ടിൻ്റെയും ഇടയിൽ നിസ്സംഗരായി നോക്കി നിൽക്കുന്ന ബഹുഭൂരിപക്ഷവും. പക്ഷേ ഈ 3 പക്ഷക്കാർക്കും ഒരുപോലെ ബാധകമായ കാര്യമാണ് ഈ രോഗാതുരമായ നദി. ഈ കോളിയെക്കുറിച്ച് കുമാരസാറ് പറഞ്ഞല്ലോ. ഈ കോളിയുടെ സാന്നിധ്യം ലെവലേശം പോലും കുടിക്കുന്ന വെള്ളത്തിൽ പാടില്ല. ഇവിടെ അത് 10,000 കണക്കിനുണ്ടെന്ന് നമ്മൾ അറിയുന്നു. അപ്പോൾ അനുകൂലിച്ചാലും പ്രതികൂലിച്ചാലും നിസ്സംഗമായിട്ടിരുന്നാലും ഈ ദുരന്തം ഏറ്റുവാങ്ങിക്കൊണ്ട് രോഗത്തിൻ്റെ പടുകുഴിയിലേക്ക് നമ്മളെല്ലാവരും കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് പരിഹാരം കണ്ടെത്താൻ എല്ലാവരും ബാധ്യസ്ഥരാണെന്ന് പറഞ്ഞു. അതിന് ഉത്തമമായ നേതൃത്വം കൊടുക്കുവാൻ, ശക്തമായ നേതൃത്വം കൊടുക്കുവാൻ ജനപ്രതിനിധികൾക്ക് കഴിയണം. ആ കഴിയുന്ന ആളുകളെ കണ്ടെത്താനാണ് നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ ചുമതല എല്ലാവരുടേതുമാണ്. അതിനൊരു നേതൃത്വം വേണം. ആ നേതൃത്വത്തിന് പറ്റിയ ആളുകളെ നമുക്ക് കണ്ടെത്തുകയും വേണം. കോട്ടയം ജില്ലയ്ക്ക് 2200 സ്ക്വയർ കിലോമീറ്ററാണ് വിസ്തൃതികൾ. അതിൽ 1700 സ്ക്വയർ കിലോമീറ്ററും മീനച്ചിലാറിൻ്റെ നിർമ്മറി പ്രദേശത്തിൽപ്പെടുന്നതാണ്. ഇതിൽ 44 ഗ്രാമപഞ്ചായത്തുകളും 7 ബ്ലോക്ക് പഞ്ചായത്തുകളും കോട്ടയം ജില്ലാ പഞ്ചായത്തിൻ്റെ ഏതാണ്ട് 2/3 ഭാഗം ഉൾപ്പെടും. അപ്പോൾ 21-22 പഞ്ചായത്തുകളിലേതോ അല്ലെങ്കിൽ ഏതാനും മുനിസിപ്പാലിറ്റികൾ, 4 മുനിസിപ്പാലിറ്റികളും ഞാൻ ഈ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ വരും. അതുകൊണ്ട് വളരെ വിസ്തൃതമായ ഒരു പ്രദേശത്തുള്ള മുഴുവൻ ജനപ്രതിനിധികളെയും ബാധിക്കുന്ന, അല്ലെങ്കിൽ അവിടെ താമസിക്കുന്ന മുഴുവൻ ജനങ്ങളെയും ബാധിക്കുന്ന ഒന്നാണ് മീനച്ചിലാറിൻ്റെ മലിനീകരണം. എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം സാറിനോട് ചോദിക്കാനുണ്ട്. ഈ ആറിനെ ഇത്രയും വെറുക്കപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് നമ്മൾ തന്നെയല്ലേ? ഈ ആറിൽ പ്രാഥമിക കാര്യത്തിന് എത്തുകയും മുങ്ങിക്കുളിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ എല്ലാം ഒരു മുറിക്കകത്ത് അവൻ്റെ ലോകത്തിലെ മുഴുവൻ സൗകര്യങ്ങളും, ബാത്ത് അറ്റാച്ച്ഡ് റൂമുണ്ട്, TV ഉണ്ട്, ഇപ്പോൾ ആരോട് വേണമെങ്കിലും സംസാരിക്കാനുണ്ട്. അപ്പോൾ ഒരു മുറിക്കകത്ത് അവൻ്റെ ലോകം ചുരുങ്ങിയതുകൊണ്ടാണ് 6 വേണ്ടാന്ന് വന്നത്. അപ്പോൾ അവനാവശ്യമില്ലാതെ വന്ന മാലിന്യങ്ങളുടെ ഒഴിവാക്കാൻ ഒരു ഓടയായിട്ട് ഞങ്ങൾക്ക് ഉപയോഗിച്ചുകൂടെ എന്നൊരു സാധാരണക്കാരൻ ചോദിച്ചാൽ അതിൻ്റെ കുറ്റം, അതിൻ്റെ കാരണക്കാരൻ നമ്മൾ തന്നെയല്ലേ? അത് പുറകോട്ട് വരാനുള്ള എന്താ മാർഗം എന്നും കൂടെ ഇവർ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അത് പുറകോട്ട് വരും. ഇത് മാത്രമേ ഉള്ളൂ സാർ, ഒരേ ഒരു കാര്യം എല്ലാവരും ഓരോ മനുഷ്യനും ചിന്തിക്കുക. അതെ, അത് മാത്രമേ പറ്റൂ. അപ്പോൾ നന്മ ചെയ്യാൻ തയ്യാറായാൽ അവരവർ ചെയ്താൽ ഇത് ബെറ്റർ ആകും ആണ് സാർ. തീർച്ചയായും ആ നന്മയുടെ സന്ദേശമാണ് വേണ്ടത്. കാരണം എനിക്ക് എന്നോട് മാത്രം ഉത്തരവാദിത്തമായ പോരാ. ജീവിച്ചിരിക്കുന്ന നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രകടനം മുഴുവൻ
ഈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കാണെങ്കിൽ ഈ പറഞ്ഞാൽ സ്വസ്ഥമായിട്ട് സുഖമായിട്ട് ജീവിക്കാവുന്ന ആളുകൾ ഇതിനു വേണ്ടി ഇറങ്ങി പുറത്ത് ഇതിനൊന്നും ഏതായാലും പുറത്ത് നോക്കി അറിയാം, ഇതിന് കമ്മീഷനില്ല, ഇല്ല, ഒന്നും കിട്ടുന്നൊന്നുമില്ല. ഈ പറഞ്ഞ ഇത്രയും കാര്യം പഠിക്കുകയും ഇതിനെക്കുറിച്ച് അറിയുക, അത് പറയാൻ വേണ്ടി തയ്യാറാവുകയും സംഘടന രൂപീകരിക്കുകയും എല്ലാവരും ഒരുമിച്ചിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവിടെ ഒരു വലിയ പോസിറ്റീവ് എനർജിയുടെ ഒരു സമ്മേളനമാണ് ഇവിടെ. ആ സമ്മേളനത്തിലൂടെ നിങ്ങൾ വളർത്തുന്ന സാധനം തന്നെയാണ് ചെറുപ്പക്കാർക്ക് അവരുടെ പറഞ്ഞ ചെറുപ്പക്കാരേക്കാൾ പ്രായം കുറച്ച് നിങ്ങൾ വരാനുള്ള കാരണം. അപ്പോൾ ഇതാണ് പറഞ്ഞു നിർത്തുന്നത്. ഞാൻ പറഞ്ഞ ഈ പ്രവൃത്തി കൊണ്ട് പ്രായം കുറച്ച് പോരാടുന്നവർ, അങ്ങേയറ്റം പ്രകൃതിയോട് ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ, അവർ തന്നെയാണ് സ്വാർത്ഥരല്ലാത്ത മനുഷ്യർ. അവർ ചോദിച്ച ചോദ്യവും നിങ്ങളോട് ചോദിക്കേണ്ട ചോദ്യം മാത്രമല്ല, നിങ്ങളുടെ മുന്നിൽ വോട്ട് തേടുന്ന സ്ഥാനാർത്ഥിയോട് നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യമാണ്. ഈ ചോദ്യത്തിന് എന്താണ് ഫലം ഉണ്ടാവുക? നമ്മുടെ പ്രകൃതി നന്നാവും, അല്ലെ? നമ്മളുടെ പ്രകൃതി നന്നാവാനുള്ള ചോദ്യങ്ങൾ കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. ആ ചോദ്യങ്ങളാണ് ഞങ്ങൾക്ക് ഒരിക്കൽ കൂടി ചോദിക്കാനുള്ളത്. നിങ്ങൾ ചോദിച്ചോ നിങ്ങളുടെ സ്ഥാനാർത്ഥിയോട്, മീനച്ചിലാറിനെ സംരക്ഷിക്കാൻ, അല്ലെ നമ്മുടെ പ്രകൃതി വിഭവങ്ങളെ സംരക്ഷിക്കാൻ നിങ്ങൾ ഞങ്ങൾക്ക് എന്തു ചെയ്യും? നമ്മുടെ നല്ല നാടിൻ്റെ നന്മ നിറഞ്ഞ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.